അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്ന ഡെസേർട്ട് ലാലേട്ടൻ്റെ ഒരു കിടിലൻ ഡെസേർട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ഇതുപോലെ അരിഞ്ഞെടുക്കുക. പിന്നെ ചിരകിയ തേങ്ങ കുറച്ച്, ശേഷം ശർക്കര ഇതുപോലെ മെൽറ്റാക്കി എടുക്കണം. നന്നായി അരച്ചെടുക്കുകയും വേണം. അതിനുശേഷം ഒരു പാൻ പാത്രം എടുത്തിട്ട് അതിലേക്ക് ആർക്കേജോ അല്ലെങ്കിൽ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നേന്ത്രപ്പഴം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇത് ഇതുപോലെ തന്നെ വഴറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. എനിക്ക് കുറച്ച് ധൃതിയുള്ളതായതുകൊണ്ട് ഞാൻ നന്നായി വഴറ്റിയത് ആകെ ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതിയാകും. പഴം നന്നായി വഴറ്റിയതിന് ശേഷം നേരത്തെ ചിരകി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി ഒന്നും കൂടി വഴറ്റിയെടുക്കുക. തേങ്ങയും പഴവും നന്നായി വഴറ്റിയതിന് ശേഷം അതിലോട്ട് നേരത്തെ മെൽറ്റാക്കി അരിച്ചെടുത്ത ശർക്കര പാനി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലാം കൂടി യോജിപ്പിച്ച് വഴറ്റിയതിന് ശേഷം ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഉടഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു രൂപത്തിൽ തന്നെ ആക്കിയെടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് ഹണിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ആ ഡെസേർട്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് സെർവ് ചെയ്യാം. വിളമ്പി വെച്ച ഓരോ ബൗളിലേക്കും അതിൻ്റെ മുകളിലായിട്ട് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഡെസേർട്ടാണ്. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഹണിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.